ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് വ്യക്തികളെയാണ്. ഇന്ന് എൻ്റെ പറമ്പിൽ പണിയെടുക്കാൻ വന്നതാണ് രണ്ട് ചേട്ടന്മാർ. എല്ലാ വർഷവും ഈ ചേട്ടന്മാർ വരാറുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊരു 18 കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ താമസിക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ പണിക്ക് വരാറുണ്ട്. അപ്പം കുമാരേട്ടനും ഗോപാലേട്ടനും രണ്ട് കഥാപാത്രങ്ങളാണ് ഞങ്ങളെ പറമ്പിൽ പണിക്ക് വരുന്നത്. അപ്പം അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അവരെ ഈ തൊഴിൽ മേഖലയിൽ അവർക്കുള്ള അനുഭവങ്ങളും അവരെന്തൊക്കെ ജോലികൾ ചെയ്യാറുണ്ടെന്നൊക്കെ നമുക്കൊന്ന് അറിയാം. സുഹൃത്തുക്കളെ, ഇതാണ് കുമാരേട്ടൻ. അപ്പോൾ കുമാരേട്ടൻ്റെ നമുക്ക് ആദ്യം പിന്നിൽ നിൽക്കുന്ന ആളാണ് നമ്മളെ ഗോപാലേട്ടൻ. ഇവർ രണ്ടാളുമാണ് ഇവിടെ പണിക്ക് വരാറുള്ളത്. ഇവരിതിൽ മാസ്റ്റർ ബിരുദെടുത്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. കുമാരേട്ടാ, നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്? ഞങ്ങൾ താമസിക്കുന്നത് ബാലുശ്ശേരി പനങ്ങാട് പഞ്ചായത്ത്, ബാലുശ്ശേരി വഴി. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ടോ അല്ലേ? ഉണ്ടാവും. ഓക്കെ, എത്ര കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു? കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നാടൻ പണികളൊക്കെ ഈ എത്ര കാലമായെന്ന് വെച്ചാൽ 75 ശേഷം, അല്ല 77 ശേഷം. 77. അപ്പോൾ 23-48 വർഷമായി പണിയെടുക്കുന്നു. അപ്പോൾ 49ാമത്തെ വർഷത്തിലല്ലേ? എന്തൊക്കെ പണിയെടുക്കും? ഈ കൃഷിയായിട്ടുള്ള എല്ലാ പണിയും എടുക്കും. ഈ കൃഷിയായിട്ടുള്ള പണികളെല്ലാം ചെയ്യും. എല്ലാ കൃഷിപ്പണി എടുക്കും. പിന്നെ നിങ്ങളിവിടെ തൊട്ടടുത്ത് കിണർ കുഴിക്കുന്നുണ്ടല്ലോ? കിണറിൻ്റെ പണിയെടുക്കും. കിണറിൻ്റെ പണി എടുക്കും. എടുക്കും. അപ്പോൾ എന്തൊക്കെ പണിയെടുക്കും? കിണറിൻ്റെ പണിയെടുക്കും. പിന്നെ ഈ ഇതില്ലേ എന്താ, ഇപ്പോൾ ഈ ഷെഡുകൾ മുമ്പ് ഈ സിനിമ ടാക്കീസായിരുന്ന കാലത്ത് അതിൻ്റെ മറേൻ്റെ പണി അങ്ങനെ കണ്ട എല്ലാ പണിക്കൊക്കെ പോകുമായിരുന്നു. അത് ശരി. പിന്നെ ഈ വാടക സ്റ്റോറുകാരെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ അവർ ഇതിൽ സ്റ്റേജിൻ്റെ പണി അങ്ങനെ കണ്ട പണിക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ എല്ലാവിധ നാടൻ പണികളും എടുക്കും. നാടൻ പണികൾ, കിണർ കുഴിക്കുന്ന പണിക്ക് പോവാ? എങ്ങനെയാ വീടിൻ്റെ നിർമ്മാണത്തില്ല? ഇല്ലല്ല, അത് ചെയ്യല്ല. മക്കളൊക്കെ എന്ത് ചെയ്യുന്നത്? മക്കളൊക്കെ പഠിക്കുകയാണ്. എത്ര മക്കളുടെ? 2 ആൾ. മൂത്ത മോൻ എന്താ ചെയ്യുന്നത്? മൂത്ത മോന് ഇപ്പോൾ ഒരു ഈ ഇതിൽ 1-ാം തീയതി മുതൽക്ക് ഇപ്പോൾ ഒരു പണിയിൽ പോവുകയാണ്. ഒരു എന്താ ഈ KC ചപ്പൽസുണ്ടല്ലോ, അവരെ അതിൽ ഫീൽഡിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം രണ്ടാമത്തെ ITI ഓട്ടോമൊബൈലിൽ അതിൽ പഠിച്ചിട്ട് എൻ്റെ ലാസ്റ്റിലാണ്, 2 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ള ഈ എന്താ പിന്നെ പറയുക, കുറച്ചൊന്ന് പരിചയമായി വരുന്നത്. അതിൻ്റെ അപ്പൻഡിക്സ് പോവുകയല്ല. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പണിയുണ്ട്. വർക്ക്ഷോപ്പ് കയറിയിട്ട് ട്രെയിൻ ആയിട്ട്. പിന്നെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് ഈ പണിക്കല്ലേ? പിന്നെ നിങ്ങൾ പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടല്ലോ? ഈ ഉണ്ടാവാതിരിക്കാം ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കൂരാച്ചുണ്ട്, ആ ഭാഗം അങ്ങനെ വയനാട് ഭാഗത്തൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. എന്താണ് അനുഭവം? അനുഭവം ഈ മേഖലയിലേക്ക് ആൾക്കാർ വരുന്നുണ്ടോ? ഇപ്പോൾ വരുന്നില്ല. ഞങ്ങളത് കഴിഞ്ഞാൽ ഏകദേശം അത് കഴിഞ്ഞ് തലമുറയോട് കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് ഇല്ല. കൃഷിയൊക്കെ എങ്ങനെ പുതുതായിട്ടുള്ള ഇപ്പോൾ യുവാക്കളൊന്നും വരുന്നില്ല. അത് ശരി. ഇനി നമുക്ക് ഗോപാലൻ ചേട്ടനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കല്ലേ? സുഹൃത്തുക്കളെ, അടുത്തത് നമ്മളെ ഗോപാലേട്ടൻ, കുമാരേട്ടൻ്റെ സഹായിയാണ്. ഒരുമിച്ചിട്ടാണ് ജോലിക്ക് പോവാറ്. ഇവരെ ഞങ്ങൾ കുറേ ദിവസമായി ബുക്ക് ചെയ്തിട്ട് ഇന്നാണ് ഇപ്പം കിട്ടിയത്. എനിക്ക് തോന്നുന്നു 1.5 മാസം മുന്നേ ബുക്ക് ചെയ്താണ് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇവർ തിരക്കിലായിരുന്നു. കാരണം ഈ മേഖലയിൽ അധികം പണിക്കാരില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ഇതൊരു കോർപ്പറേഷൻ ഏരിയയാണ്, ഒരു നഗരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവർ താമസിക്കുന്നത് ബാലുശ്ശേരി. ഇവിടെ നിന്ന് 18 കിലോമീറ്റർ കുറച്ച് ദൂരെ. അതും വലിയൊരു സിറ്റിയായിട്ട് മാറിയിട്ടുണ്ട് ബാലുശ്ശേരിയൊക്കെ. ഓക്കെ, നമുക്കിനി ഗോപാലേട്ടൻ്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലായി. ഈ മേഖലയിൽ ഞാൻ തുടങ്ങിയിട്ടൊരു 70 തുടങ്ങിയിട്ടുണ്ടാകും പണി. 23-48 വർഷമായി. വേറെ ജോലിക്ക് പോകാറുണ്ടോ? തൊട്ട വീടിൻ്റെ അടുത്ത് നിങ്ങൾ കിണർ കുഴിക്കുന്നത് കണ്ട് അതുകൊണ്ട് ചോദിച്ചാ? കിണറൊക്കെ കുഴിക്കലുണ്ട്. പിന്നെ അത് ഞാൻ കരിങ്കൽ പണിയായിരുന്നു. കരിങ്കൽ പണി അറിയാം? നിർമ്മാണ മേഖലയിൽ പോകാറുണ്ടോ? നിർമ്മാണ മേഖലയിലായിരുന്നു. അത് ശരി. ചെങ്കല്ല്, കരിങ്കല്ല് ഒക്കെ. പിന്നെ ഈ മേഖലയിൽ കടന്നാണല്ലേ? പിന്നെ ഈ മേഖലയിൽ ഇപ്പോൾ എത്രയാണ് ചാർജ്? ഇപ്പോൾ ഞങ്ങൾ ദൂരോട്ടൊക്കെ പോയാൽ അതിനനുസരിച്ച് വാങ്ങും. ചിലവിൻ്റെ ആവശ്യമൊക്കെ നാട്ടിൽ 1000 രൂപയും ചിലവുണ്ട്. ശരി.
പിന്നെ നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ വരാറുണ്ടോ അങ്ങനെ? ഓ ഞങ്ങൾക്ക് ഇഷ്ടമാതിരി പണിയാണ്. ഞാൻ ഒഴിവില്ലായിട്ട് അങ്ങോട്ട് വരാനിരുന്നത്. പിന്നെ ഈ പുതിയ തലമുറയിലേക്ക് വരുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? പുതിയ തലമുറ അങ്ങോട്ട് ഇതിലേക്ക് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ആ ഓരോ ദിവസം കൂടുതലനുസരിച്ചിട്ട്? ആ ഈ മേഖല ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്നത്. ആണ്. ഓക്കെ, എന്താ പുതിയ തലമുറയോട് എന്താ പറയാനുണ്ടോ? പുതിയ തലമുറനോട് പണിക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പണിക്ക് ആ നശിച്ചു പോവും. നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ എങ്ങനെ? നമ്മൾ തന്നെ നശിച്ചു പോവും. അതാണ് അതിൻ്റെ സത്യം. അത് ശരി. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ മൊബൈലും ഇതായിട്ട് നടക്കലാണ്. ഒരു പണിക്ക് ഇറങ്ങാതെ നേരം വെളുത്താൽ അതിൻ്റെ കയ്യിൽ തന്നെയാണ് മൊബൈലിൻ്റെ. മണ്ണിന്റെ വില അറിയില്ലല്ലേ? മണ്ണിൻ്റെ വില അറിയില്ല. തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടാ പോകാനുള്ളത്? ഇത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നാട്ടിൽ തന്നെ. ഓക്കെ, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക്, ഇതിപ്പോൾ എൻ്റെ തറവാടാണ്, ഇവിടെയാണ് നിങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് ഒരു ദിവസത്തെ ഒരു പണിയുണ്ട്. ഒരു ദിവസം നിങ്ങൾ വരണമെന്ന് ഞാൻ, ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ അങ്ങോട്ട് വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആയിക്കോട്ടെ. ഓക്കെ. സുഹൃത്തുക്കളെ, അടുത്തത് നമ്മളെ ഗോപാലേട്ടൻ, കുമാരേട്ടൻ്റെ സഹായിയാണ്. ഒരുമിച്ചിട്ടാണ് ജോലിക്ക് പോവാറ്. ഇവരെ ഞങ്ങൾ കുറേ ആൾക്കാർ കുറേ ദിവസമായി ബുക്ക് ചെയ്തിട്ട് ഇന്നാണ് ഇപ്പം കിട്ടിയത്. എനിക്ക് തോന്നുന്നു 1.5 മാസം മുന്നേ ബുക്ക് ചെയ്താണ് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇവർ തിരക്കിലായിരുന്നു. കാരണം ഈ മേഖലയിൽ അധികം പണിക്കാരില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ഇതൊരു കോർപ്പറേഷൻ ഏരിയയാണ്, ഒരു നഗരമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവർ താമസിക്കുന്നത് ബാലുശ്ശേരി, ഇവിടെ നിന്ന് 18 കിലോമീറ്റർ കുറച്ച് ദൂരെ. അതും വലിയൊരു സിറ്റിയായിട്ട് മാറിയിട്ടുണ്ട് ബാലുശ്ശേരിയൊക്കെ. ഓക്കെ, നമുക്കിനി ഗോപാലേട്ടൻ്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ആണ് സുഹൃത്തുക്കളെ, നമ്മളെ ഗോപാലേട്ടനും കുമാരേട്ടനും പറയാനുള്ളത്, പുതിയ തലമുറ ഈ മേലിലേക്ക് വരണം, മണ്ണിൻ്റെ വില അറിയണം, മണ്ണിനെ കാത്തു സൂക്ഷിക്കണം, കൃഷിയെ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വളരെ അത് പരമാർത്ഥമാണ്, ശരിയായ ഇവർ പറയുന്നത് സത്യമാണ്. നമ്മൾ മണ്ണിനെ സ്നേഹിക്കണം. ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് നമുക്കൊരിക്കലും തിരിച്ചിട്ടില്ല അല്ലേ? ഞങ്ങളെ ഏരിയയിൽ ഇപ്പം 3-4 പണിക്കാരേ ഉള്ളൂ. ബാക്കി ആരും ഇറങ്ങുന്നില്ല. ഞങ്ങളെപ്പോലത്തെ വംശനാശം പറ്റുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്രായമായ ആൾക്കാരാണ് ഇതിന് പോകുന്നത്. ഇപ്പോഴത്തെ തലമുറ ഒന്നും തീരെ ഇറങ്ങുന്നില്ല. ചെറുപ്പക്കാർ ഒരു 10-30-25 വയസ്സിൻ്റെ താഴോട്ടും മേലോട്ടും ഒന്നും ഇറങ്ങുന്നില്ല. ഇല്ലല്ലേ? അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട സമയം എനിക്ക് തന്നതിന് നന്ദി. ഓ ശരി.